കണ്ണൂർ തലശ്ശേരി പുന്നോലിലെ CPM പ്രവർത്തകൻ UK സലീം വധക്കേസിൽ വെളിപ്പെടുത്തലുമായി പിതാവ്. CPM ആണ് മകനെ കൊന്നതെന്ന് പിതാവിന്റെ മൊഴി. വിചാരണയ്ക്കിടെ പിതാവ് യൂസഫ് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിലാണ് ഈ മൊഴി നൽകിയത്. പ്രതികരണത്തിലേക്ക്. അവിടെ പൂട്ടിയിട്ട് പിടി, അന്നേരം ചായപ്പിടിയൊന്നുമില്ല, പകല് കച്ചവടം ഉണ്ടായിരുന്നു. അവിടെ കൊണ്ടുപോയി 1.5 മണിക്കൂർ ഇവരെ നിർത്തി. ഇത് എന്നിട്ട് രക്തം വാങ്ങി പോയി നേരെ കൊണ്ടുപോയി മാവി ആശുപത്രിയില്ല. കാരണം മാർക്സിസ്റ്റ് വാർഡിനെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിച്ചു, നിങ്ങൾ ആരോട് അന്വേഷിച്ചാൽ മതി, എന്ത് സംഭവിച്ചു നേരെ കൊണ്ടുപോയി കോപ്പറേറ്റ് അവർ ഹോസ്പിറ്റലാണോ. ഇത് ചെയ്യാതെ മരണപ്പെടേണ്ട ഉദ്ദേശത്തോടെ 1.5 മണിക്കൂർ ഇവിടെ കൊണ്ടുപോയി നിർത്തി. ആ പീഡിയക്കാരൻ പറഞ്ഞിട്ടുണ്ട് 1.5 മണിക്കൂർ ഇവിടെ നിർത്തി സുഖം. എന്നിട്ട് മാവി ആശുപത്രി കൊണ്ട് അവിടുന്ന് നേരെ ശരിക്കൊണ്ടേ. പക്ഷെ ഇതേടുന്ന മരണപ്പെട്ടത് ഇന്നുവരെ റെക്കോർഡില്ല. മാവി എന്ന് വെച്ചാൽ അവിടെ നിന്ന് മരണപ്പെട്ടില്ല. ഞാൻ ഡെത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് തലശ്ശേരി മുനിസിപ്പൽ, കാരണം എന്നാൽ തലശ്ശേരി കോപ്പറേറ്റീവ് മരണപ്പെട്ടാൽ മുനിസിപ്പാലിറ്റി ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അവിടെ ആവശ്യപ്പെട്ട ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കോപ്പറേറ്റീവ് പോയി അന്വേഷിച്ചു എന്ന് പറഞ്ഞ് ഇവിടുന്ന് മുനിസിപ്പാലിറ്റി മരണപ്പെട്ടിട്ടില്ല. ഫെലിക്സ് പറയൂ. ആര്യ, 2008 ജൂലൈ 23-നാണ് പുന്നൂരിലെ CPM പ്രവർത്തകനായ UK സലീം കൊല്ലപ്പെടുന്നത്. NDF പ്രവർത്തകരായിരുന്നു പ്രതികൾ. ഈ കേസിലാണ് വിചാരണയ്ക്കിടെ ഈ പറയുന്ന CPM പ്രവർത്തകൻ UK സലീമിൻ്റെ പിതാവ് കോടതിയിൽ മൊഴി നൽകിയിട്ടുള്ളത്. ആ മൊഴിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: CPM പ്രവർത്തകർ തന്നെയാണ് കൊലപ്പെടുത്തിയത്. കൊലപ്പെടുത്താൻ ഒരു കാരണം കൂടിയുണ്ട്. ഫസൽ വധക്കേസിലെ ചില രഹസ്യങ്ങൾ സലീമിന് അറിയാമായിരുന്നു. ആ രഹസ്യങ്ങൾ പുറത്തു പോകാതിരിക്കാൻ CPM പ്രവർത്തകർ തന്നെ ആസൂത്രണം ചെയ്ത് നടത്തിയൊരു കൊലപാതകമാണ് ഇത് എന്നതാണ് ഏറ്റവും നിർണായകമായ ചില കാര്യങ്ങൾ ആ പിതാവ് വെളിപ്പെടുത്തുന്നു. അതായത് ഈ സലീമിൻ്റെ കയ്യിൽ ആ സമയത്ത് ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. ആ മൊബൈൽ ഫോൺ എവിടെയെന്ന് ഇതുവരെയും പോലീസ് പറയുന്നില്ല. ആ മൊബൈൽ ഫോൺ ഒരു CPM നേതാവിൻ്റെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആ സമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന അനിൽകുമാർ എന്ന CPM പ്രവർത്തകൻ്റെ കയ്യിലാണ് ആ മൊബൈൽ ഫോൺ ഉള്ളത്. അങ്ങനെ പരമാവധി തെളിവുകൾ CPM-കാർ തന്നെ നശിപ്പിക്കുകയും ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷികളായി CPM പ്രവർത്തകർ തന്നെ മാറുകയും ചെയ്തു. അങ്ങനെ NDF പ്രവർത്തകർ പ്രതികളായ കേസിൽ ഇപ്പോൾ പിതാവ് പറയുന്നത് ഇതിൽ കൃത്യമായി